ശുദ്ധമായ മണിക്കുന്തിരിക്കം അത് കഴുകിയെടുത്ത് വായിലിട്ട് ചവച്ചാൽ നമ്മുടെ വായുനാറ്റം പോകുന്നതാണ്. ആ വായുനാറ്റം ഉണ്ടാക്കുന്ന ചില ബാക്ടീരിയകൾ നമ്മുടെ വായ്ക്കകത്തുണ്ടാകും. അതിനെ നശിപ്പിക്കാൻ ഈ കുന്തിരിക്കത്തിന് കഴിയും. അത് ഒറിജിനൽ വേണം കേട്ടോ. ഇപ്പൊ നമ്മുടെ കടയിൽ നിന്ന് കുറച്ച് പൈസ 10 രൂപ കിട്ടുന്നത് വായിലിട്ടാൽ അത് ചിലപ്പോൾ വിഷമായിട്ട് മാറും. അതല്ല ഒറിജിനൽ സാധനം. പിന്നെ മറ്റൊരു ഗുണമാണ് ഗർഭിണികൾക്ക് ഈ കുന്തിരിക്കം നല്ലതുപോലെ, ഒറിജിനൽ കുന്തിരിക്കം നല്ലതുപോലെ കഴുകി അത് വെള്ളത്തിലിട്ടിട്ട് അത് അവർക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് അവരുടെ കുട്ടി, വയറ്റിലുള്ള കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയായി മാറാൻ പറ്റുന്നതാണ്. അതിന് നല്ലതാണ്. പിന്നെയോ മറ്റൊരു ഗുണം, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാരിൽ ഒരുപാട് ആളുകൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു വസ്തുവാണ് കുന്തിരിക്കം. അവരത് പുകക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. മറ്റൊന്ന്, കുന്തിരിക്കം പുകച്ച് അതിന്റെ ആ ഗന്ധം ആസ്വദിക്കുന്നത് നമ്മുടെ മാനസികമായ ടെൻഷൻ മാറാനും സന്തോഷമുണ്ടാവാനും കാരണമാണ്. മറ്റൊരു ഗുണം, ആരോഗ്യം നമുക്ക് നിലനിർത്താൻ ഈ കുന്തിരിക്കം നല്ലതാണ്. രോഗാണുക്കൾ നശിച്ചു പോവാൻ ഇത് പുകക്കൽ നല്ലതാണ്. ഏറ്റവും നല്ലത് കൊതുകിനെ ഓടിക്കാൻ, അല്ലെ? പലരും നമ്മുടെ വീട്ടിൽ അതാണ്, കൊതുകിനെ ഓടിക്കാനും ഇത് നല്ലതാണ്. പിന്നെയോ ശാരീരികമായ മാനസികമായ ഒരു ഉണർവുണ്ടാവാൻ ഈ കുന്തിരിക്കം പുകക്കുന്നത് നല്ലതാണ്. അതുപോലെ കഫത്തിന്റെ ശല്യമുള്ളവർക്ക് ഇത് പുകക്കുന്നതും അത് കഴുകി നല്ല ശുദ്ധമായത് കഴുകി ചവക്കുന്നതും നല്ലതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി കുറെ ആളുകൾ ചെന്നു. ആ സമയത്ത് ഈസാ നബിക്ക് ഒരു സമ്മാനമായിട്ട് കൊടുത്തത് കുന്തിരിക്കമായിരുന്നു എന്ന് നമുക്കൊരു കിതാബിൽ കാണാം. പിന്നെയോ കാഫിരീങ്ങളായ ജിന്നുകൾ, അതുപോലെ പിശാചുക്കൾ, അവരുടെ ഉപദ്രവം അത് എവിടെയൊക്കെ ഉണ്ടോ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിലാവട്ടെ, വീട്ടിലാവട്ടെ, നമ്മുടെ വാഹനത്തിലാവട്ടെ, അവിടെയൊക്കെ പുകച്ചാൽ ഈ ജിന്നുകളുടെ ഉപദ്രവം ഉണ്ടാവില്ല.